പ്പം നമ്മോടൊപ്പം ഒരു വിദ്യാർത്ഥി ചേരുന്നുണ്ട്. കാര്യം എല്ലാവരെയും ഉൾക്കൊള്ളുക, അതായത് ഈ കലോത്സവത്തിൽ എല്ലാവിധ പരിമിതികളുമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടികളെ കൂടി മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ മത്സരത്തിൽ പ്രധാനമായും പങ്കെടുത്തത് കാഴ്ച പരിമിതി ഏറെയുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ റിഫൈനാണ്. റിഫൈന്റെ ടീച്ചർ എന്താണ് പറയാൻ? ഞാൻ ഹാപ്പിയാണ്. എനിക്ക് വാക്കുകളൊന്നും പറയാൻ കിട്ടില്ല. സബ് ജില്ലയിൽ 2 ഐറ്റത്തിലായിരുന്നു പങ്കെടുത്തിരുന്നത്. റിലേയിലും ലോങ് ജമ്പിലായിരുന്നു. റിലേയിൽ ടൈം നോക്കിയത് കാരണം ഞങ്ങൾക്ക് റിലേ മിസ്സായിപ്പോയി. പിന്നെ അവൻ ലോങ് ജമ്പാണ്. ലോങ് ജമ്പിൽ ഞങ്ങൾ സബ് ജില്ലയിലും ജില്ലയിലും ട്രെയിൻ ചെയ്തു. ഇവിടെ അവന്റെ മാക്സിമം ചെയ്ത് കാണിച്ചു തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ടീച്ചറിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ടീച്ചർ അങ്ങനെ വിളിച്ച കാരണം എനിക്ക് നല്ല എനർജി ഫീൽ ചെയ്തു. ഞാൻ തോൽക്കുന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എനിക്ക് വിജയത്തിലോട്ട് എത്താൻ സാധിച്ചു. റിഫൈൻ കായിക രംഗത്ത് മാത്രമല്ല കലാരംഗത്തും പ്രവർത്തിക്കുന്നുണ്ടല്ലേ? കലാരംഗത്തും കൂടുതൽ കഴിവുകൾ തെളിയിക്കുന്നുണ്ടല്ലേ? കലാരംഗത്ത് കലാമേളയിലാണ് ലൈറ്റ് മ്യൂസിക്, അതുപോലെ മാപ്പിളപ്പാട്ടിലാണ് അവൻ. അത് സബ് ജില്ല വരെ പോവാറുള്ളൂ, ജില്ലയിലേക്ക് എത്താറില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ സ്റ്റേറ്റ് വരെ എത്തി. അതില് എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയേണ്ടെന്ന് അറിയില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ആണുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് 51.1K ഫോളോവേഴ്സ് വരെ ഉണ്ട്. അതിൽ അവന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് പാടി ഒരുപാട് പാട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റീച്ചും ഉണ്ട് അതിന്. കൂടുതൽ പാട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പാട്ടുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്? അത് ഒരു 100 സംതിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പാട്ടുകൾ ഉണ്ടാവും. തീർച്ചയായും തുടർന്നും പാട്ടുകൾ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. റിഫൈൻ സോങ്സ് ഒഫീഷ്യൽ ആണ് ഇൻസ്റ്റയുടെ പേജിന്റെ പേര് വരുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് 151 വിദ്യാർത്ഥികളാണ് തോന്നുന്നു മൊത്തത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എത്ര വിദ്യാർത്ഥികളാണ് ടീച്ചറിന്റെ കൂട്ടത്തിൽ? 151 കുട്ടികളാണ് വന്നിട്ടുള്ളത്. ഞാൻ പൊന്നാനി URCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. എന്റെ കീഴിൽ വന്നിരിക്കുന്ന 4 കുട്ടികളാണ്. 2 കുട്ടികൾ ഇവിടെ ലോങ് ജമ്പിലുണ്ട്, 2 കുട്ടികൾ ഗെയിംസിലാണ്. ഒരാൾ ക്രിക്കറ്റിലും ഒരാൾ ബോക്സിലാണ് പങ്കെടുക്കുന്നത്. ഇതന്നെയാണ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോങ് ജമ്പിന്റെ സ്റ്റാൻഡിംഗ് ലോങ് ജമ്പാണ് മത്സരം പുരോഗമിക്കുന്നത്. സോഫ്റ്റ് ബോളിന്റെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മറ്റ് വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. നീന്തൽ, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഫുട്ബോൾ തുടങ്ങി വിവിധ മത്സരങ്ങളിൽ വിവിധ കായിക മേളകളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. അടുത്ത ദിവസമാണ് ജനറൽ വിഭാഗത്തിലുള്ള അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കുക. ഏകദേശം 20,000-ഓളം വിദ്യാർത്ഥികളാണ് 12 ദിവസമായി നടക്കുന്ന ഈ മത്സരങ്ങളിൽ ഇന്ന് മുതൽ 28-ാം തീയതി വരെയാണ് മത്സരങ്ങളുള്ളത്. ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ആദ്യ ദിവസം തന്നെ ഈ പരിമിതികളുള്ള ശാരീരിക പരിമിതികളുള്ള വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ ആണ് പ്രധാനമായി നടക്കുന്നത്. അവ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.